നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ വാല്യൂ ആണ്. സോ നമ്മൾ ഇതുവരെ ചെയ്ത ഫംഗ്ഷനുകളിലെല്ലാം നമ്മൾ റിട്ടേൺ വാല്യൂ കൊടുത്തിട്ടില്ലായിരുന്നു. സോ നമ്മൾ ഈ മെയിൻ ഫംഗ്ഷൻ കൊടുത്ത പോലെ നമ്മളൊരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്മൾ ഏത് തരത്തിലുള്ള ഡാറ്റയാണ് റിട്ടേൺ ചെയ്യുന്നത് ആ ഡാറ്റ ടൈപ്പ് നമ്മളിവിടെ കൊടുക്കേണ്ടതുണ്ട്. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ സംഖ്യയുടെ സ്ക്വയർ കാണുന്ന ഒരു ഫംഗ്ഷനാണ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്പറാണ് റിട്ടേൺ ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ ഇൻറ്റിജർ കൊടുക്കുന്നു, ഇൻറ്റിജർ. അതിനുശേഷം നമ്മുടെ ഫംഗ്ഷൻ നെയിം ഫൈൻഡ് സ്ക്വയർ, ശേഷം ഇതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ നമ്മളൊരു പാരാമീറ്റർ കൊടുക്കുന്നുണ്ട്, ഇൻറ്റ് എൻ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ കൊടുക്കുന്നു. ഇതിലോട്ടാണ് നമ്മൾ വാല്യൂ പാസ് ചെയ്യുന്നത്. സോ നമുക്ക് റിട്ടേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത എന്നിൻ്റെ സ്ക്വയർ ആണ്. സോ നമ്മളിവിടെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് എൻ ഇൻറ്റു എൻ എന്ന് കൊടുക്കുന്നു. നിങ്ങൾക്കറിയാം ഒരു സംഖ്യ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ ലഭിക്കുന്നതാണ്. സോ നമ്മൾ ഇനി ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫൈൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ 3 കൊടുക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം 3 എന്ന് പറയുന്ന ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. സോ നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിസൾട്ട് ഒന്നും ലഭിക്കില്ല. നിങ്ങൾക്കിവിടെ കാണാം, നമുക്ക് റിസൾട്ട് ഒന്നും ലഭിക്കില്ല. കാരണം ഈ ഫൈൻഡ് സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ആ വാല്യൂ ആയിരിക്കും ഈ ഫൈൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. സോ ഇൻറ്റ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ സ്ക്വയർ എന്ന് പറയുന്ന ഈ വേരിയബിൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. സോ ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ നമ്മളിവിടെ 10 കൊടുത്ത് നോക്കാം, 10 പാസ് ചെയ്ത് നോക്കാം. 10 പാസ് ചെയ്ത് കഴിഞ്ഞാൽ 100 എന്ന് ലഭിക്കുന്നു. സോ ഇനി ഉദാഹരണമായി നമ്മളിതുപോലെ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നതിന് പകരമായി നമുക്ക് ഡയറക്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഫൈൻഡ് സ്ക്വയർ, അതിനുള്ളിൽ ഞാൻ 4 കൊടുക്കുന്നു. സോ നമുക്ക് 4 × 4 16, അത് 16 ലഭിക്കണം. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 16 ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ആർഗ്യുമെൻറ്റും പാരാമീറ്റേഴ്സും റിട്ടേൺ വാല്യൂ ഉപയോഗിച്ച് നമുക്കൊരു ഫംഗ്ഷൻ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലാണ് ഫംഗ്ഷൻസ് പ്രവർത്തിക്കുന്നത്. സോ നമ്മളിതിൽ സിമ്പിൾ ഫംഗ്ഷൻ, അതുപോലെ ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റേഴ്സ്, ആർഗ്യുമെൻറ്റ്സ്, അതുപോലെ റിട്ടേൺ വാല്യൂ എല്ലാം പഠിച്ചു. നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു.